ടെസ്റ്റിൽ എന്താടി മാർക്ക് കുറഞ്ഞത്? ഞാൻ പഠിച്ചതാ അമ്മേ, എന്താ പറ്റിയെന്ന് അറിയില്ല. എന്താ വിശ്വ, നീ എന്തിനാ വന്നേ? ഇവരൊക്കെ ആരാ? അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാ. നിങ്ങളൊന്ന് പുറത്തു നിന്നേ. പുറത്തു നില്ലടാ. എന്താ നിന്റെ ഉദ്ദേശം? അതെന്ത് വർത്താനമ്മായി? ഞാൻ ഇവിടെ തമ്മിലുള്ള കല്യാണക്കാര്യം. അവള് കുട്ടിയല്ലേ? അവളോ? അവൾ അത്രയ്ക്ക് കൊച്ചുകുട്ടിയൊന്നുമല്ല. വിശ്വ, വീട്ടിൽ കയറി അനാവശ്യം പറയരുത്. ശരി, ഞാനൊന്നും പറയുന്നില്ല. എനിക്കിതിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. എന്താ ഇത്? ഇതൊരു മുദ്രപത്രം. മുദ്രപത്രം എന്തിനു? അമ്മായിക്ക് എന്തിനാ ഇത്രയും വലിയ വീട്? അത് എന്റെ പേരിൽ എഴുതി തന്നേക്ക്, ഞാൻ പോയിക്കോളാം. പറഞ്ഞു വീട്ടിൽ കയറി അനാവശ്യം പറയരുതെന്ന്. ഇറങ്ങിപ്പോടാ. അമ്മായി ഇതിൽ ഒപ്പിടും. വിശ്വ, അയ്യോ മോളെ, അയ്യോ എന്തായി? എന്റെ വിഷമം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എനിക്ക് അവന്റെ അടുത്ത് അത്രയ്ക്ക് പകയുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അല്ല അവർ വരാൻ പറഞ്ഞത്. രാഘവ, നീ ഞങ്ങൾ ഇറക്കിയിട്ട് വണ്ടി കുറച്ച് ദൂരെ മാറ്റിയിട്. ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. ആ, നിർത്ത്. അല്ല, ഈ ബാഗ് എടുക്കണ്ടേ? ആ, നീ ആ ബാഗും കൂടെ എടുത്താ. ഇവിടെ ആരും ഇല്ലല്ലോ. 4 രൂപയിലേക്ക് അങ്ങോട്ട് മാറില്ല. അവരിവിടെ വരാനാണോ പറഞ്ഞേ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, വിളിച്ചു നോക്ക്. കിട്ടുന്നില്ലല്ലോ. അല്ല, ഇവിടെ തന്നെയാണോ അവര് വരാന്ന് പറഞ്ഞേ? ആ, അതേ വരുന്നു. എന്റെ പൊന്നളിയാ, വിശന്നിട്ട് വയ്യണേ. എനിക്ക് കഴിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ അടുക്കള എവിടാ നോക്കാം. അവിടെ നോക്കാം. അയ്യോ, നിങ്ങളെന്താ ഇവിടെ? എടാ അളിയാ, നീയോ? നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ കൂടെ പഠിച്ച കാര്യം? നീ ഒന്ന് ഓർത്തു നോക്കിയേ. കാടനിന്റെ തന്ത. സാർ എന്തിനാ എപ്പോഴും ഈ കാടമുട്ട കഴിക്കുന്നത്? അതല്ലേ പിള്ളേർ ഓരോന്ന് വിളിച്ചു പറയുന്നത്. അല്ല, സാറിപ്പോ എങ്ങോട്ടാ? സാറിനറിയോ, 1000 കോഴിക്ക് 1/2 കാട എന്നാണ്. കാടമുട്ടയാണ് എന്റെ ജീവരഹസ്യം. സാർ ക്ലാസ്സിലോട്ടാണോ? അതെ, എന്റെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു. ഞാൻ ഗ്രൗണ്ടിൽ പോയി ബൈക്ക് എടുത്തോണ്ട് പോയി കുറച്ച് മേടിച്ചിട്ട് വരാം. അയ്യോ, ഗ്രൗണ്ടിലോട്ടോ? സാർ അവിടെ പൊരിഞ്ഞ അടി കിടക്കുക. മുട്ട അടിയുന്നു. അടിയോ? അത് ഞാനിവിടെ ഉള്ളപ്പം. നേരിട്ടിറങ്ങിച്ചില്ലെന്ന ബുദ്ധിയല്ല പ്രിൻസിപ്പലിനെ വിളിക്കാം. എന്തിനാണ് ഇതൊന്നും കണ്ട് നിങ്ങൾ പഠിക്കണ്ട. ഇതിവിടെ സ്ഥിരമാണ്. നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തോ. അവസരം നോക്കി ജാക്കി വെക്കുന്നോടാ തെണ്ടി. എല്ലാരും ഉണ്ടല്ലോ. ഒരുപാടൊന്നും മുറുക്കാതെ അത് പറഞ്ഞു കൈ വരും. നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇവിടെ കിടന്ന് ഇന്നും കാണിക്കാവുന്നു. നടക്കൂല മോനെ. ഞാൻ ഈ കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം എന്റെ അനുവാദം കൂടാതെ ഒരീച്ച പോലും പറക്കൂല. മനസ്സിലായോ? ഇറങ്ങിപ്പോ പാടാ. അയ്യാടാ, ചില നേരത്തെ ഇങ്ങനെ ഇമോഷൻ കാണുമ്പോൾ ലൂസ് മോഷൻ പോലെ ഇങ്ങനെ ചായ വല്ല പൊടിയും കലയി കൊടുക്കും. നമ്മൾ സാറിന് കൊടുത്തോളാം.
ആ ഇനി സാറിന്റെ കാര്യം പറഞ്ഞാട്ടെ. സാറേ, എന്റെ അനുജന് സ്കൂളിൽ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അതെനിക്ക് പാടാനുള്ള അവസരം തരണം. എന്റെ പൊന്നു സാറേ, സ്കൂളിൽ പാടുന്നവരല്ല സ്റ്റേജിൽ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സാറിന് അവസരം തന്നതുകൊണ്ട് അവന്മാര് കലിപ്പ് തീർത്ത് എന്റെ കാറിന് ക്ലാസ് അടിച്ച് പൊടിച്ചിട്ടാ, അതറിയാവോ? ഉറങ്ങിക്കിടക്കുന്ന എന്നിലെ കലാകാരനെ അവഹേളിക്കല്ലേ സാറേ? എപ്പോഴും ഉറക്കമാണല്ലേ. ഒരു സത്യം ഞാൻ പറയട്ടെ, സാറിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ യേശുദാസ്, ബാക്കി ഒന്നിനുമില്ല. സാറേ, ഇതാണ് ഞാൻ എഴുതിയ പുതിയ കവിത. തീവ്രവാദത്തിനെതിരെയാണ് സാർ ഈ കവിത. രണ്ടും കൽപ്പിച്ചാണല്ലോ. ആ നോക്കട്ടെ. എന്തോടു ഇത്? അറബിയ? ഏത് ഭാഷയാടു? മതി മതി മതി. ആ നല്ലോണം കലക്ക്. ആ എടാ, ഒരുപാടായി എങ്ങനെ പിടിക്കുമെന്ന്. എടാ അതൊന്നും അറിയത്തില്ല. വെള്ളം അടിക്കാതെ നാവിന്റെ റിലേ പോയിരിക്കുവാ. വാ നമുക്കുണ്ടേ കൊടുക്കാം. ഒന്നേ ഉള്ളൂ. കുടിക്ക് സാറേ. ഓ ഞാൻ കൊണ്ടുവരുന്നല്ലോ, കേൾക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് പോ. പിയൂൺ എവിടെ? സാറേ, പുള്ളിക്കാരനെ സ്വപ്നമേ വിളിച്ചോണ്ട് പോയി. സാറേ, തണുക്കുന്നതിന് മുമ്പ് ഒന്നെടുത്ത് കുടിച്ചേക്കണേ. കണ്ട പിള്ളേർക്ക് എന്നോടുള്ള സ്നേഹം കണ്ട. എന്റെ പേര് പറയുമ്പോ തന്നെ അവർക്ക് കോൾമയിൽ കൊള്ളുന്നത് കണ്ടോ? സ്നേഹം കൊണ്ടാ. അതൊന്ന് വായിച്ച. വായിക്കട്ടെ സാർ? വായിച്ചാണ്. സാറേ, എട്ടേ പിടിക്കാം. എന്താണ് കെട്ടിപ്പിടിക്കാവുന്ന? അല്ല സാർ, എട്ടേ പിടിക്കാമെന്ന്. ആ ഏത് ചട്ടിയിലെങ്കിലും പിടിക്കും. താനത് വായിക്കും. ഓക്കെ സാർ. മന്ദമാരുതൻ വന്ന് പുൽകവേ കൊടുന്നനെ കേൾപ്പൂ നാദം. അത് പൊട്ടിത്തെറികളോ വെടിയൊച്ചകളോ പുറത്തേക്കൊഴുകുവാൻ വിതുമ്പി നിൽക്കുന്നൊരു പാനപാത്രം തുളുമ്പുവതെപ്പോഴോ. അത് തുളുമ്പുവതെപ്പോഴോ തുളുമ്പുവതെപ്പോഴോ. സാറിന് എന്റെ കവിത നന്നായി പിടിച്ചല്ലേ? ഞാനത് സാറിന്റെ മുഖത്തൊന്ന് വായിച്ചെടുത്ത് സാർ എന്റെ ചാൻസ്. എന്റെ കവിത ഇഷ്ടപ്പെട്ടെന്ന് സാറിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സാറിന് എങ്ങോട്ട് പോയി? സാർ ഞാൻ ഒന്നുകൂടെ പാടാം സാർ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവില്ല സാർ. എന്റെ ചാൻസ് സാർ ഇങ്ങോട്ട് വന്നു. ഇവിടെ നിന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാം. സാർ ഇരിക്കും. സാർ ഇവിടെ ഇരുന്ന് ഇരുന്നേ. എവിടെ പോകുന്നു? അതിലും അർജന്റ് എനിക്ക്. ഇവിടെ ഇരിക്കും. ഇനി ഞാൻ പറയാം. വളരെ അത്യാവശ്യമാണ്. കോളേജിൽ നിന്ന് ടൂർ പോകുന്ന കാര്യമാണ്. അത് തന്നെ ഞാൻ പറയാൻ വന്നത്. അതിലൊരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നുള്ളത്. ഏത് അക്ഷരം? ഞാനൊരു കാര്യം പറയാം. അല്ല, സാർ അവിടെ ഇരിക്കേ. സാർ എങ്ങോട്ടേക്ക് കടന്നു ഓടുന്നത്? എന്ത് പറ്റിയതാ? എന്ത് പറ്റി സാർ? ഇറങ്ങി പോടാ കവിത. എന്തൊക്കെ ആയിരുന്നു ചായയില് സർഫ് കലക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരാഴ്ച കക്കൂസിരുന്നു. കോളേജിലെ പിള്ളേര് കുതിര സോമൻ എന്ന് മാറ്റി ഇപ്പൊ കക്കൂ സോമൻ എന്ന് വിളിക്കുന്നു. അതൊക്കെ ഒരു കാലം. അല്ല, നീ എന്താ ഇവിടെ? ഇതെന്റെ അമ്മായിയുടെ വീട്. ഞാൻ എന്റെ അമ്മയെ കാണാൻ വന്നത്. അപ്പൊ നീയാണല്ലേ അവര് പറഞ്ഞ ആള്? അയ്യോ, അത് ഞാനല്ല. അവര് വിശ്വേട്ടന്റെ കാര്യമായിരിക്കും നിങ്ങളോട് പറഞ്ഞത്. അതൊരു വലിയ കഥയാണ് ബ്രോ. ആന്റി സൂക്ഷിച്ച്. ആ എല്ലാവരും ഉണ്ടല്ലോ. ഇവനാ എന്റെ മോളെ. അതൊക്കെ പഴയ കഥകളല്ലേ. നമുക്കിനി പുതിയത് പറയാം. ദ്രോഹി, എന്നെ ദ്രോഹിച്ചത് പോരെ. എന്റെ എല്ലാമായിരുന്നു പൊന്നു മോളെ അവളെ. ഞാൻ അന്നേ അമ്മായിയോട് പറഞ്ഞതാ ഇതിൽ ഒപ്പിട്ട് തരാൻ. എനിക്ക് നിന്നോട് പകരം നമുക്ക് വീട്ടാം. അതിനു മുമ്പ് ഇതിലാദ്യം ഒന്ന് ഒപ്പിട്ട് തന്നേക്ക്. മാറ്. ഒപ്പിട്ടില്ലേ? പോവാണോ?
തോക്കൊക്കെ ഉണ്ടല്ലോ, നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ?